അന്ന ഔജബൽ വാജിബാതി വഅഹമ്മൽ മുഹിമ്മാത്ത്, നിനക്ക് ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ നീ പഠിക്കൽ മനസ്സിലാക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യം, ഏറ്റവും നിർബന്ധമായ കാര്യം, സുപ്രധാനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം മഅരിഫത്തുൽ അബ്ദി റബ്ബഹു വദീനഹു വനബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിന്റെ ദീനിനെ അറിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുക എന്നുള്ളത്. لأن الله خلق الجن والإنس لعبادته وأمرهم بها, കാരണം അല്ലാഹു തആല ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ ഇബാദത്ത് ചെയ്യാൻ, അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല അത് കൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ് വഇഖാമത്തുൽ ഇബാദത്തി തകൂനു ബിമഅരിഫത്തി സലാസത്തി ഉസൂൽ, നമ്മുടെ ഇബാദത്ത് ശരിയാകണമെങ്കിൽ 3 അസ്ലിനെ കുറിച്ച്, 3 അടിസ്ഥാനങ്ങളെ കുറിച്ച് അറിയൽ നിർബന്ധമാണ്. നമ്മൾ അല്ലാഹു സൃഷ്ടിച്ചത് അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. ആ ഇബാദത്ത് ശരിയാകണമെങ്കിൽ അത് നിലനിൽക്കുന്നത് 3 അസ്ലിന്റെ മേലാണ്, 3 അടിസ്ഥാനങ്ങളിലാണ്. എന്നിട്ട് അതിൽ ഒന്നാമത്തത് അൽ അവ്വലു മഅരിഫത്തുൽ മഅബൂദ്, ഇബാദത്ത് ശരിയാകണമെങ്കിൽ നമ്മൾ ആർക്കാണോ ഇബാദത്ത് ചെയ്യുന്നത് മഅബൂദായ അല്ലാഹു തആലയെ കുറിച്ച് കൃത്യമായി അറിയണം. വഅവ്വലു വാജിബിൻ അലൽ അബീദി മഅരിഫത്തുർ റഹ്മാനി ബിത്തൗഹീദി, ഒരടിമയുടെ മേൽ ഏറ്റവും ഒന്നാമത്തെ നിർബന്ധമായിട്ടുള്ള കാര്യം എന്നുള്ളത് തൗഹീദോടുകൂടി അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വസ്സാനി, രണ്ടാമത്തേത് മഅരിഫത്തു സിഫതി ഇബാദതിഹി, ആദ്യം മഅബൂദിനെ അറിയണം, അതാണ് അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത് എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നറിയണം, അത് ദീനുൽ ഇസ്ലാമിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ രണ്ടാമത്തെ അസ്ൽ എന്ന് പറഞ്ഞാൽ മഅരിഫത്തു ദീനിൽ ഇസ്ലാം, നമ്മുടെ ഇബാദത്ത് ശരിയാകണമെങ്കിൽ ആർക്കാണോ നമ്മൾ ഇബാദത്ത് കൊടുക്കേണ്ടത് ആ മഅബൂദിനെ അറിയണം. എങ്ങനെയാണോ ഇബാദത്ത് ചെയ്യേണ്ടത് അത് ഇസ്ലാമിലൂടെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ആ ഇസ്ലാമിനെ കുറിച്ച് അറിയണം. അസ്സാലിസു മഅരിഫത്തുൽ മുബല്ലിഗ് അൻഹു, അള്ളാഹുവിൽ നിന്ന് എങ്ങനെ ഇബാദത്ത് ചെയ്യണം, ദീനുൽ ഇസ്ലാമിനെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ള അൽ മുബല്ലിഗ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയണം. ഇത് 3 ഉണ്ടാകുമ്പോഴാണ് ഇബാദത്ത് ശരിയാവണ്ണമാവുകയുള്ളൂ. അപ്പൊ അള്ളാഹുവിനെ അറിയുക എന്നുള്ളതും ഇസ്ലാമിനെ അറിയുക എന്നുള്ളതും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്നുള്ളതും നമ്മുടെ ഇബാദത്ത് ശരിയാകാൻ അത് നിലനിൽക്കുന്നത് ഈ 3 അടിസ്ഥാനത്തിലാണ്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഇബാദത്ത് ശരിയാകണമെങ്കിൽ അള്ളാഹുവിനെ അറിയണം, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയണം. ഫൽ മഅബൂദു ഹുവല്ലാഹ്, മഅബൂദ് അല്ലാഹു തആലയാണ്, നമ്മൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്. വസിഫത്തു ഇബാദതിഹി യദ്ദീനുൽ ലദീ യുഅബദു ബിഹി, ഇബാദത്തിന്റെ രൂപം പഠിപ്പിക്കപ്പെട്ടത് അത് ദീനുൽ ഇസ്ലാമിലൂടെയാണ്. വൽ മുബല്ലിഗു അൻഹു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൽ നിന്ന് ആ ദീനിനെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നിട്ട് അദ്ദേഹം ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. സാലിഹുൽ ഉസൈമി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഹുദസ്സലാം ഇലാ ഉസൂലിൽ ഇസ്ലാം എന്ന റിസാലയിൽ വഹാദിൽ മആരിഫു സലാസ്, ഈ 3 അറിവുകൾ, ഈ 3 വിജ്ഞാനങ്ങൾ, അള്ളാഹുവിനെ അറിയുക, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിയുക എന്നുള്ള ഈ 3 അറിവുകൾ ഹിയൽ ഉസൂലുൽ ഇദാം അല്ലതി ബുഇത ബിഹാ അർ-റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം, അതാണ് ഏറ്റവും മഹത്തരമായ അടിസ്ഥാനങ്ങൾ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വഅൻഹാ യകൂനു സുആലു ഫീ ഖബ്രി, ഈ 3 കാര്യങ്ങളെ കുറിച്ചായിരിക്കും നാളെ ഖബ്റിൽ നമ്മളൊക്കെ നേരിടേണ്ട ചോദ്യം. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ്. വബിതഫാസീലിഹാ യതഅല്ലഖു الثواب والأجر, ഈ 3 അടിസ്ഥാനങ്ങളിലാണ് നമ്മുടെ പ്രതിഫലം അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ അറിഞ്ഞാലേ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൃത്യമായി പഠിച്ചാലേ, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാലേ നമ്മൾക്ക് നമ്മുടെ മരണശേഷമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. നമുക്കറിയാം ഖബറിൽ ചോദ്യമുണ്ട് എന്നുള്ളത്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. എല്ലാവരും ആ ചോദ്യത്തിന് വിധേയനാകും. ഹാഫിദുൽ ഹകമി അദ്ദേഹത്തിന്റെ സുല്ലമുൽ വസൂലിൽ പ്രസിദ്ധമായ മൻദൂമയിൽ പറഞ്ഞത് കാണാം. വഅന്ന കുല്ലൻ മുഖഅദുൻ മസ്ഊലു മർ റബ്ബു മദ്ദീനു വമർ റസൂലു, എല്ലാവരും ഖബറിൽ ഇരുത്തപ്പെട്ട്
ചോദ്യത്തിന് വിധേയനാകും. മർ റബ്ബു മദ്ദീനു വമർ റസൂലു, ആരാണ് അല്ലാഹു തആല, ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദീനുൽ ഇസ്ലാം ദീൻ ഏതാണ് എന്നുള്ള ചോദ്യം എല്ലാവരും ദീനു വിധേയനാകും എന്ന് ഹാഫിദുൽ ഹകമി അദ്ദേഹത്തിന്റെ മന്ദൂമയിൽ പറഞ്ഞത് കാണാം. അപ്പൊ എല്ലാവരും, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ് മർ റബ്ബുക് വമൻ നബിയുക് മാ ദീനുക്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ മാത്രമേ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുക എന്നുള്ളത്. നബിയുക്, നബി ആരാണെന്ന ചോദ്യത്തിന് നമുക്ക് കൃത്യമായി മറുപടി പറയണമെങ്കിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. സുലൈമാൻ ഉർ-റഹൈലി ഹഫിളഹുല്ല പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക, പഠിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാണ്, മഅരിഫത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തകൂനു ബിമഅരിഫത്തി ഇസ്മിഹി വനസബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമതായി ഉൾക്കൊള്ളുന്ന കാര്യം റസൂലിന്റെ പേര് അറിയുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര മനസ്സിലാക്കുക എന്നുള്ളത് സുന്നത്താണ്. പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞത് സുന്നത്താണ്, നല്ലതാണ്. പക്ഷെ പേരറിയുക എന്നുള്ളത് നിർബന്ധമാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാ, മുഹമ്മദുൻ എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അതാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് വതകൂനു അയ്ളൻ ബിമഅരിഫത്തി സീറതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയുക, പഠിക്കുക എങ്ങനെയാണ്? രണ്ടാമത്തെ മാർഗം അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം റസൂലിന്റെ ചരിത്രം മനസ്സിലാക്കുക. റസൂലിന്റെ ചരിത്രം പഠിച്ചുകൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിച്ചുകൊണ്ട് റസൂലിനെ അറിയുക. വതകൂനു അയ്ളൻ ബിമഅരിഫത്തി സുന്നതിഹി. റസൂലിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതിൽപ്പെടുന്ന മറ്റൊന്നാണ് റസൂലിന്റെ ചര്യ, റസൂലിന്റെ സുന്നത്ത് എന്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ വതകൂനു അയ്ളൻ ബിമഅരിഫത്തി വസ്ഫിഹി. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ, അദ്ദേഹത്തിന്റെ സൃഷ്ടിപരമായ വിശേഷണങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്വഭാവപരമായ വിശേഷണങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുന്നതിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് മനസ്സിലാവുക. റസൂലിന്റെ പേരറിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കണം, ചരിത്രം പഠിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം, റസൂലിന്റെ ചര്യയെക്കുറിച്ച്, റസൂലിന്റെ വിശേഷണങ്ങളെ കുറിച്ച് അറിയണം. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുക എന്ന് സുലൈമാൻ ഉർ-റഹൈലി ഹഫിളഹുല്ല പറഞ്ഞത് കാണാം. നമ്മൾ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുന്നുവോ അറിയുന്നുവോ അതിന്റെ ഒരു സ്വാധീനം, അതിന്റെ ഒരു അടയാളം നമ്മുടെ ജീവിതത്തിൽ കാണണം. നമ്മൾ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയാവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പരിശോധിക്കാനുള്ള മീസാൻ, അതിനുള്ള അളവുകോൽ, മാനദണ്ഡം എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, റസൂലിന്റെ ചര്യകൾ, അത് നിർബന്ധമായ കാര്യങ്ങളാകട്ടെ ഐച്ഛികമായ കാര്യങ്ങളാകട്ടെ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ പാലിക്കുന്നുണ്ടോ അതാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എത്രത്തോളം മനസ്സിലാക്കി എന്നതിന്റെ മീസാൻ. സുലൈമാൻ ഉർ-റഹൈലി ഹഫിളഹുല്ല തന്നെ പറഞ്ഞത് കാണാം, ഖാലൽ ഉലമ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മീസാനുൽ മഅരിഫതി അസറുഹാ ഫിൽ അഅമാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്നതിന്റെ അളവുകോൽ, അതിന്റെ ത്രാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടയാളം നമ്മുടെ അമലുകളിൽ കാണണം, നമ്മുടെ ജീവിതത്തിൽ അതിന്റെ മാറ്റമുണ്ടാകണം. എന്നിട്ട് അദ്ദേഹം ഇദാ അറദ്ത അൻ തസിന മിഖ്ദാറ മഅരിഫതിക ബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ നിന്റെ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അതിന്റെ അളവ് നിനക്ക് തൂക്കി നോക്കാൻ, അതറിയാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൻദുർ അസറ ദാലിക ഫി അഅമാലിക, അതിന്റെ അടയാളം നിന്റെ അമലുകളിൽ നീ പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അനുധാവനം ചെയ്യുന്നുണ്ടോ, അദ്ദേഹത്തിന്റെ ചര്യ നമ്മൾ എത്രത്തോളം നടപ്പിലാക്കുന്നുണ്ടോ, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എത്രത്തോളം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത്. സഹോദരങ്ങളെ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
നമുക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമായ കാര്യമല്ല. ധാരാളം പഠിക്കാനുണ്ട്. അത്രമേൽ അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സമയം വളരെ പരിമിതമാണ്, അതിനിടയിൽ നമ്മൾക്ക് പരമാവധി പറയാൻ ശ്രമിക്കാം. ഖബറിൽ പറഞ്ഞല്ലോ, വഅന്ന കുല്ലൻ മുഖഅദുൻ മസ്ഊലു മർ റബ്ബു മദ്ദീനു വമർ റസൂലു. നാളെ ചോദ്യമുണ്ടാകും. മർ റബ്ബുക വമൻ നബിയുക മാ ദീനുക. ഖബറിൽ ചോദ്യമുണ്ടാകും. ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ എത്ര നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കണം? മിനിമം അടിസ്ഥാനപരമായി എത്രത്തോളം നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. സലീമുൽ ഹിലാലി ഹഫിളഹുല്ല അദ്ദേഹം ഉസൂൽ സലാസ അതിന്റെ ശറഹിൽ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ ഖബറിൽ നമ്മൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അളവ് 6 കാര്യങ്ങൾ ആദ്യം ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറയാം. ഒന്നാമത്തേത് യജിബു മഅരിഫതു ഇസ്മിഹി വഅമ്മാ നസബുഹു ഫമുസ്തഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മനസ്സിലാക്കുക എന്നുള്ളത്, അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര മനസ്സിലാക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ നിർബന്ധമാകുന്നത് അദ്ദേഹത്തിന്റെ പേരാണ്. വഇന്നമൽ വാജിബു അൻ തഅരിഫ അന്ന ഇസ്മഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദാണ് എന്നറിയുക. കാരണം നാളെ പരലോകത്ത് നമുക്കറിയാം, ഹദീസ് വിശദമായി പറയുന്നില്ല, നമുക്കറിയാവുന്ന ഹദീസ്, നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട്, നാളെ ഖബറിൽ ഒരടിമ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ 2 മലക്കുകൾ വന്ന് അതാഹു മലകാനി ഫഅഖഅദാഹു, അവർ രണ്ടുപേരും ഈ മയ്യിത്തിനെ ഇരുത്തും. ഫയഖൂലാനി ലഹു, എന്നിട്ട് ചോദിക്കും, മാ കുൻത തഖൂലു ഫീ ഹാദർ റജുൽ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദ്ദേഹത്തെക്കുറിച്ച് നീ എന്താണ് പറയുന്നത്? മുഹമ്മദിനെ കുറിച്ച്. അപ്പം ചോദ്യത്തിൽ തന്നെ മുഹമ്മദ് എന്നുണ്ട്. അപ്പൊ മുഹമ്മദാണ് നമ്മുടെ നബി എന്നറിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ അതിന് മറുപടി പറയാൻ സാധിക്കൂ. ഫയഖൂൽ, ആ അടിമ പറയും, വിശ്വാസിയായ അടിമ പറയും, അഷ്ഹദു അന്നഹു അബ്ദുല്ലാഹി വറസൂലുഹു, അത് അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയും. അപ്പൊ ഒന്നാമത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അറിയുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെയും പേരുകളുണ്ട്, നമുക്കറിയാം. ഹദീസിൽ സ്ഥിരപ്പെട്ട തന്നെ പേരുകൾ വേറെയുമുണ്ട്. അഹ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേരുണ്ട്, വിശുദ്ധ ഖുർആനിൽ ഇത് വന്നിട്ടുണ്ട്. അൽ മാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ്. അൽ ഹാഷിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ്. അൽ ആഖിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ്. അൽ മുഖഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. നബിയുർ റഹ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ്. നബിയുൽ തൗബ, നബിയുൽ മൽഹമ. ഇങ്ങനെ ഹദീസിൽ സ്ഥിരപ്പെട്ട മറ്റു പേരുകളുമുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട പേരുകൾ. ഏറ്റവും സുപ്രധാനമായ അറിയപ്പെട്ട പേര് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അറിയുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് അൻ തഅരിഫ അന്നഹു റസൂലുള്ളാഹ് വഅന്നഹു നബിയ്യുൻ വഅന്നഹു അബ്ദുല്ലാഹ് ലാ മലക്കുൻ വലാ ഇലാഹ് വലാ യുഅബദ് ولا يستغاث به ولا يذبح له ولا يصرف له شيء من العبادة ومن صرف له شيئا من العبادة فهو مشرك كافر. സലീമുൽ ഹിലാലി ഹഫിളഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളതാണ്. നീ അറിയണം, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ്, നബിയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്, മലക്കല്ല, ആരാധ്യനല്ല, ഇലാഹല്ല, ആരാധിക്കപ്പെടാൻ പാടില്ല, ഇസ്തിഗാഥ നടത്തപ്പെടാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ബലി അർപ്പിക്കപ്പെടാൻ പാടില്ല, ഇബാദത്തിന്റെ ഒരു ഇനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിച്ചുവിടാൻ പാടില്ല. അബ്ദുൻ ലാ യുഅബദ്, ആരാധിക്കപ്പെടാത്ത അബ്ദാൻ, ആരാധിക്കപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അർഹതയില്ല, അത് അല്ലാഹു തആലക്ക് മാത്രമാണ്. ആരെങ്കിലും ഏതെങ്കിലും ഇബാദത്തിന്റെ ഒരു ഇനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിച്ചുവിട്ടാൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണ്. മൂന്നാമത്തെ കാര്യം, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്, റസൂലാണ്
എന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം يجب أن تعرف ما جاء به الرسول صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീൻ അതിനെക്കുറിച്ച് അറിയണം. ഇതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കാരണം മലക്കുകൾ നാളെ ഖബറിൽ ചോദിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടു വന്ന ഹദീസിൽ ഒരു റിവായത്തിൽ ഇപ്രകാരമാണ് വന്നിട്ടുള്ളത്. ഫയസ്അലാനിൽ മലക്കാൻ, ആ രണ്ട് മലക്കുകൾ ചോദിക്കും, മാ ഇൽമുക ബിഹാദർ റജുൽ, ഈ മനുഷ്യനെ കുറിച്ച് താങ്കൾക്ക് എന്തറിയാം? ഫയഖൂൽ, ആ മനുഷ്യൻ പറയും, വ മുഹമ്മദുൻ റസൂലുള്ളാഹ് ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങളിലേക്ക് നിർമാർഗവും തെളിവുകളുമായി കടന്നു വന്നിട്ടുള്ള പ്രവാചകനാണ്. ഫഅജബ്നാ വ ആമന്ന വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു, അദ്ദേഹത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുമെന്നാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീനിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം അന്നഹു യുസ്അലു അനി ദലീൽ കൈഫ അറഫ്ത അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്നതിലെ തെളിവെന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം എന്നാണ്. കാരണം ഈ ഹദീസ് തന്നെ മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, മാ യുദ്രീക അൻ ഹാദർ റജുൽ, ഈ മനുഷ്യനെ കുറിച്ച് താങ്കൾ എങ്ങനെ മനസ്സിലാക്കി, എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി, ഓ മുഹമ്മദുൻ റസൂലുള്ളാഹ് ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു വസദ്ദഖ്തു, ഇദ്ദേഹം മുഹമ്മദാണ് റസൂലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്, അള്ളാഹുവിന്റെ കിതാബ് ഞങ്ങൾ പഠിച്ചു, പാരായണം ചെയ്തു, അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ അത് സത്യപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. അപ്പൊ തെളിവിനെ കുറിച്ചും മനസ്സിലാക്കണം. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിതാബ്, അതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കിയിട്ടുള്ള കിതാബിനെ കുറിച്ച് ചോദ്യം മനസ്സിലാക്കണം. അതേപോലെ തന്നെ വയജിബു അൻ യഅരിഫ അന്നഹു അറബി, അദ്ദേഹം ഒരു അറബിയാണ്. വഅന്നഹു ഖദ് മാത്, അദ്ദേഹം മരിച്ചുപോയിട്ടുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അദ്ദേഹം മരിച്ചുപോയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം, മനസ്സിലാക്കണം. വഅന്നഹു ഫീ ഖബ്രിഹി യഹ്യാ ഹയാതൻ ബർസഖിയ്യ, എന്നാൽ ബർസഖിയായ ജീവിതം അദ്ദേഹം നയിക്കുന്നുണ്ട്. പ്രവാചകന്മാർക്ക് ഉള്ള പ്രത്യേകതയാണ്, അവർ ബർസഖിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ ശൈഖ് അൽബാനി റഹിമഹുള്ളാഹ് പറഞ്ഞത് കാണാം, ഹദീസ് ഇങ്ങനെയാണ്, അൽ അംബിയാഉ അഹ്യാഉ ഫീ ഖുബൂരിഹിം യുസല്ലൂൻ, അംബിയാക്കന്മാർ അവരുടെ ഖബറുകളിൽ നിസ്കാരത്തിലാണ്, ഇബാദത്തിലാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവർ ഹയാത്തുൻ ബർസഖിയ, ബർസഖിയായ ജീവിതത്തിൽ ഇബാദത്തിൽ കഴിച്ചുകൂട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഈ ദുന്യവിയായ ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിക്കാനോ പ്രാർത്ഥിക്കാനോ നമ്മൾക്ക് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരം നൽകാനോ അതറിയാനോ സാധിക്കുകയില്ല എന്നതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഖബറിൽ ബർസഖിയായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു, ഇബാദത്തിലായി എന്നും അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കണം എന്നാണ്. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം, വയജിബു അൻ യഅരിഫ മിൻ സിറതിഹി മാ യുഫർരിഖു ബൈനഹു വബൈന മുദ്ദഇൻ നുബുവ്വ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പഠിക്കണം. പ്രവാചകനാണെന്ന് പറഞ്ഞ് വാദിച്ചു വരുന്ന, പ്രവാചകത്വം വാദിക്കുന്ന ആളുകൾ പലതും കടന്നു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. അപ്പൊ യഥാർത്ഥത്തിലുള്ള പ്രവാചകൻ ആരാണ്, നബി ആരാണ്, അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞ കള്ളപ്രവാചകന്മാരെയും യഥാർത്ഥ പ്രവാചകന്മാരെയും തിരിച്ചറിയാവുന്ന വിധത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കണം. റസൂലിന്റെ മുഅ്ജിസത്തുകളെ കുറിച്ച് മനസ്സിലാക്കണം. ഈ രൂപത്തിൽ കള്ളപ്രവാചകനെയും പ്രവാചകന്മാരെയും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വേർതിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റസൂലിന്റെ മുഅ്ജിസത്ത്. ഇൻഷാ അല്ലാഹ് അത് പറയാം. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നാളെ ഖബറിലുള്ള ചോദ്യത്തിന്
മറുപടി പറയാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും അനിവാര്യമായ നിർബന്ധമായിട്ടുള്ള ഭാഗമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ധാരാളം മനസ്സിലാക്കാനുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും വന്നിട്ടുള്ളത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കും. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നമ്മുടെ സമയം 2:45 വരെയാണ്. അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ ഒരു ഭാഗം മാത്രമാണ് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ മറ്റുള്ളവരിൽ നിന്ന്, മറ്റു മനുഷ്യരിൽ നിന്ന്, അതുപോലെ തന്നെ അമ്പിയാക്കന്മാരിൽ തന്നെ മറ്റു അമ്പിയാക്കന്മാരിൽ നിന്നുള്ളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നിട്ടുള്ള സവിശേഷതകളും പ്രത്യേകതകളും ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറയാം. ഒന്നാമത്തെ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണ്, റസൂലാണ്. നമുക്കറിയാം, നബി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നബി, അള്ളാഹു തആല നിയോഗിച്ചിട്ടുള്ള നബി, റസൂൽ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാർക്കും, എല്ലാ നബിമാർക്കും, എല്ലാ റസൂലുമാർക്കും മൊത്തത്തിലുള്ള മറ്റു മനുഷ്യരിൽ നിന്നുള്ള 6 പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളൊക്കെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകും. ഒന്നാമത്തെ വഹ്യുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള വഹ്യുണ്ട് എന്നുള്ള പ്രത്യേകത. അതേപോലെ തന്നെ അൽ ഇസ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമൻ, അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കപ്പെട്ട ആളുകളാണ് അള്ളാഹുവിന്റെ നബിമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. അത് മാത്രമല്ല, പ്രവാചകന്മാരുടെയും പ്രത്യേകതയാണ്. അതേപോലെ തന്നെ അമ്പിയാക്കന്മാർ അവരുടെ കണ്ണുകൾ ഉറങ്ങുകയുള്ളൂ, ഉറങ്ങുമ്പോൾ അവരുടെ കണ്ണ് മാത്രമേ ഉറങ്ങുള്ളൂ, ഹൃദയം ഉറങ്ങുകയില്ല എന്നുള്ളത് അമ്പിയാക്കന്മാരുടെ പ്രത്യേകതയാണ്. അപ്പൊ അമ്പിയാക്കന്മാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയുണ്ടോ, മറ്റു മനുഷ്യരിൽ നിന്ന് അമ്പിയാക്കന്മാർക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയുണ്ടോ ആ പ്രത്യേകതകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമുണ്ട്. ഇന്നാ മഅ്ശറൽ അംബിയാഇ തനാമു അഅ്യുനുനാ വലാ തനാമു ഖുലൂബുനാ, ഞങ്ങൾ പ്രവാചകന്മാർ ഞങ്ങളുടെ ഹൃദയം ഉറങ്ങുകയില്ല, കണ്ണുകളെ ഉറങ്ങുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തഖ്യീറുൽ അംബിയാഇ ഇൻദൽ മൗത്ത്, മരണത്തിന്റെ സമയത്ത് അമ്പിയാക്കന്മാർക്ക് അവസരമുണ്ട്, മരിക്കാനായിട്ടുണ്ടെങ്കിൽ മരിക്കാനുള്ള ഒരു തെരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം, അതിനുള്ള ഒരു സ്വാതന്ത്ര്യം പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസിൽ കാണാം, മാ മിൻ നബിയ്യിൻ യംറദ് ഇല്ലാ ഖുയ്യിറ ബൈന ദുനിയ വൽ ആഖിറ, ഏതൊരു നബിയും രോഗിയായി കിടന്നാൽ ദുനിയാവ് തെരഞ്ഞെടുക്കണോ മരിക്കണോ എന്നുള്ള കാര്യം തെരഞ്ഞെടുക്കാനുള്ള അവസരം നബിമാർക്ക് കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രത്യേകതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടാകും. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം, ഏതൊരു നബിയും മരണപ്പെട്ടാൽ അവിടെ തന്നെ ഖബറടക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം യുഖ്ബർ നബിയ്യുൻ ഇല്ലാ ഹൈസു യമൂത്ത്, എവിടെ വെച്ചാണോ ഒരു നബി മരിക്കുന്നത് അവിടെയായിരിക്കും അവരെ ഖബറടക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്, അവിടെ തന്നെ ഖബറടക്കി. ആറാമത്തെ ഒരു കാര്യം, ലാ തഅകുലുൽ അർളു അജ്സാദഹും, അമ്പിയാക്കന്മാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ഹറമ അലൽ അർദി അൻ തഅകുല അജ്സാദൽ അംബിയ, അല്ലാഹു തആല ഭൂമിക്ക് അമ്പിയാക്കന്മാരുടെ ശരീരം തിന്നുന്നത് ഹറാമാക്കി. അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം മണ്ണിൽ ലയിച്ചു ചേരുകയില്ല. അതാ നബിമാരുടെ പ്രത്യേകതയാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവർ അവരുടെ ഖബറിൽ ബർസഖിയായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇബാദത്തിലുമൊക്കെ അവർ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നബിമാരുടെ പ്രത്യേകതയാണ്. ഈ പ്രത്യേകതകളൊക്കെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള, താഴെ സ്ത്രീകളുടെ ഭാഗത്ത് കുട്ടികൾ ശബ്ദമുണ്ടാക്കാത്ത രീതിയിൽ കുട്ടികളെ ഇരുത്തണം, രക്ഷിതാക്കളെ ശ്രദ്ധിക്കുക. നമ്മളെ മക്കളെ കൊണ്ട് ദർസ് കേൾക്കാൻ വന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക.
അവര് ശബ്ദമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായതാരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിമാരിൽ ഏറ്റവും ഉത്തമനായവൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സയ്യിദു വലദി ആദം യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഞാൻ മനുഷ്യരുടെ നേതാവാണ്. മനുഷ്യരുടെ നേതാവാണ്. മനുഷ്യരെന്ന് പറയാൻ എല്ലാ അമ്പിയാക്കന്മാരും അതിൽപ്പെട്ടു. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അമ്പിയാക്കന്മാരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള റസൂലുമാരാണ് ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് വെച്ചുകൊണ്ട്, അഥവാ അന സയ്യിദു വലദി ആദം, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഈ ഹദീസ് വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, വഹാദൽ ഹദീസു ദലീലുൻ ലിതഫ്ദീലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഖൽഖി കുല്ലിഹിം. ഇത് തെളിവാണ്. എന്തിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൃഷ്ടികളെക്കാളും, എല്ലാ സൃഷ്ടികളിലും ഏറ്റവും അഫ്ദലായ സൃഷ്ടി, ഏറ്റവും മനുഷ്യർ എന്നല്ല, എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. കാരണം ലിഅന്ന മദ്ഹബ അഹ്ലി സുന്ന അന്നൽ ആദമിയീന അഫ്ദലു മിനൽ മലായിക. അഹ്ലി സുന്ന അതിലെ പ്രബലമായൊരു വീക്ഷണമാണ്, മലക്കുകളെക്കാൾ ശ്രേഷ്ഠർ അത് മനുഷ്യരാണ്. മനുഷ്യരുടെ കൂട്ടത്തില് അമ്പിയാക്കന്മാരൊക്കെ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ആ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, അവരുടെ നേതാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുൽ ആദമിയീന വഗൈരിഹിം. അപ്പൊ അഫ്ദലുൽ ഖൽഖ് അത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ഇതുപോലുള്ള ഹദീസുകൾ വെച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുൽ ഖൽഖാണ് എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ നസ്സു വന്നിട്ടില്ല. എന്നാൽ ഇതുപോലുള്ള ഹദീസുകൾ വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കണം, അല്ലാഹു തആല, അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ള സൃഷ്ടിയാരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അല്ലാഹുവിനെ അറിയുന്ന ഒരാളുമില്ല. അല്ലാഹുവിനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവ് ഏറ്റവും കൂടുതലുള്ളതായിരിക്കാൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്നമാ അന അഅലമുക്കും ബില്ലാഹ്, ഞാനാണ് അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ളവൻ. അള്ളാഹുവിനെ അറിയുന്ന ഏറ്റവും അറിവുള്ള സൃഷ്ടി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മറ്റൊരു പ്രത്യേകത, അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നതാരാണ്? അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, വഅഖ്ശാകും ലഹു, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനാണ്. അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ഭയപ്പെടുന്ന ഒരാളുമില്ല. മറ്റൊരു പ്രത്യേകത, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളതായിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു, അറിയണം അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും അള്ളാഹുവിനോട് ഏറ്റവും തഖ്വ പാലിക്കുന്നതും ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലിനെ പോലെ അത്രയും സൽസ്വഭാവിയായിട്ടുള്ള മറ്റൊരാളുമില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖാ, ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, താങ്കൾ ഏറ്റവും മഹത്തരമായ ഒരു സ്വഭാവത്തിലാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായി പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, വിശുദ്ധ ഖുർആനായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെ അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തിയിരുന്ന ഏറ്റവും മഹത്തരമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വഭാവമുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാകും. അവരെ നമുക്കൊക്കെ ഇഷ്ടമായിരിക്കും.
അവർ നമ്മൾ കാണുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള സൽസ്വഭാവികളാണ്. എന്നാൽ ലോകത്തുള്ള സൃഷ്ടികളിലെല്ലാം ഏറ്റവും നന്നായി പെരുമാറുന്ന സൽസ്വഭാവി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്തായിരിക്കും? അനസ് ഇബ്നു മാലിക് ഖാദിമുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ ഖാദിമായി അനസ് ഇബ്നു മാലിക് 10 വർഷം, നമ്മൾ കേട്ട ചരിത്രമായിരിക്കും, 10 വർഷം സേവനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10 വർഷത്തെ അദ്ദേഹം സേവിച്ച സമയത്ത്, 10 വർഷം എന്ന് പറഞ്ഞാൽ എത്ര കാലയളവാണ്? മാ ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഫിൻ ഖത്തു, ഒരിക്കൽ പോലും ഉഫിൻ, തളജ്ജറു എന്നാണ് അതിന്റെ അർത്ഥം, എനിക്ക് ഇഷ്ടമില്ല എന്ന് പ്രകടിപ്പിക്കുന്ന ഒരു ശബ്ദമാണ്. അനിഷ്ടത്തിന്റെ ഒരു ചെറിയ ശബ്ദം പോലും, ഒരു പ്രകടനം പോലും 10 വർഷത്തിനിടയിൽ എനിക്കുണ്ടായിട്ടില്ല. മാ ഖാല ലി ഉഫിൻ ഖത്തു, തീരെ ഒട്ടുമേ ഉണ്ടായിട്ടില്ല എന്ന് 10 വർഷം റസൂലിന് സേവനം ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിൽ എത്ര മഹത്തരമായ സ്വഭാവമായിരിക്കും അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും മഹത്തരമായ സ്വഭാവത്തിന്റെ ഉടമ. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകണം. ഏറ്റവും സൽസ്വഭാവിയായ ഒരാളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും സൽസ്വഭാവിയായ, ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല സൃഷ്ടി, ഏറ്റവും അഫ്ളലായ പ്രവാചകൻ, അവരെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അദ്ദേഹം ഖാതമുൻ നബിയ്യീൻ, അവസാനത്തെ നബിയാണ്. അവസാനത്തെ നബിയായി, പ്രവാചകനായി, റസൂലായി അല്ലാഹു തആല അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ഇത് വലിയ ശ്രേഷ്ഠതയാണ്. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഖുതിമ ബി അന്നബിയ്യൂൻ, എന്നിലൂടെ പ്രവാചക പരമ്പര അതിന് മുദ്ര വെക്കപ്പെട്ടു. ഇനി ഒരു നബി വരാനില്ല, ഒരു റസൂൽ വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ ഏറ്റവും അവസാനത്തെ പ്രവാചകൻ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവരിലേക്കും, അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് മുതൽ അതിനുശേഷമുള്ള എല്ലാവർക്കും വേണ്ടി, എല്ലാ നാട്ടുകാർക്കും വേണ്ടി, അദ്ദേഹം വന്ന മക്കയിലോ മദീനയിലോ മാത്രം ഉൾക്കൊള്ളുന്നതല്ല, എല്ലാവരിലേക്കുമുള്ള നബിയാണ്. വമാ അർസൽനാക ഇല്ലാ കാഫതൻ ലിന്നാസ്, അല്ലാഹു പറഞ്ഞു, താങ്കളെ നിയോഗിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു സൂറത്തുൽ അറാഫിൽ, ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള റസൂലാണ് എന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകാന നബിയ്യു യുബ്അതു ഇലാ ഖൗമിഹി ഖാസ്സ, നബിമാർ അവരുടെ സമൂഹത്തിലേക്ക് മാത്രമാണ് നിയോഗിക്കപ്പെടാറുള്ളത്. എന്നാൽ വബുഇസ്തു ഇലന്നാസി ആമ്മ, എന്നാൽ ഞാൻ സർവ്വ മനുഷ്യരിലേക്കുമാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അദ്ദേഹം കൊണ്ടുവന്ന ചര്യ. ഖൈറുൽ ഹദി, ഏറ്റവും ഖൈറായ, അഫ്ളലുൽ ഹദി, ഏറ്റവും ശ്രേഷ്ഠകരമായ ഉത്തമമായ ചര്യ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളാണ്, പ്രവർത്തനങ്ങളാണ്, വാക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫീ ഖുത്ബതിഹി യൗമൽ ജുമുഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പറയാറുള്ള പ്രധാനപ്പെട്ട ഒന്നാണ്, അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഖൈറായ, ഏറ്റവും ഉത്തമമായ ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ചര്യയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകത. ഏറ്റവും നല്ല ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു. മറ്റൊരു പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം കംപ്ലീറ്റ് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. മറ്റു പ്രവാചകന്മാർക്കില്ലാത്തൊരു പ്രത്യേകതയായിട്ടാണ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഖാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ തവർറമത് ഖദമാഹു, റസൂലിന്റെ കാല് പൊട്ടുമാറ്, വിണ്ടുകീറുമാറ്, നീര് വരുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിച്ചിരുന്നു എന്നാണ്.
ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നമ്മൾ കേട്ട ചരിത്രമായിരിക്കും, ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾക്ക് വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ എല്ലാ പാപങ്ങളും പുറത്തു തന്നിട്ടുണ്ടല്ലോ, പിന്നെന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ട് ചെയ്യുന്നത്, രാത്രി നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫല അകൂനു അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയായി തീരേണ്ടേ എന്നാണ് നബി സല്ലല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഇതിലൊക്കെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ ചെറിയ തെറ്റുകളും എല്ലാ വീഴ്ചകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാം. വിശുദ്ധ ഖുർആനിലും അതിന് തെളിവുണ്ട്. മറ്റൊരു പ്രത്യേകത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ്റാണ്ട്, അദ്ദേഹം നിയോഗിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ അനുചരന്മാർ സഹാബത്ത് ഉൾക്കൊള്ളുന്ന തലമുറയാണ് ഏറ്റവും ഉത്തമമായ തലമുറ. നമുക്കറിയാം, ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും. ഇത് മൊത്തത്തിൽ ഏറ്റവും ഉത്തമമായ തലമുറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻ പ്രവാചകന്മാരിൽ വന്നിട്ടുള്ള സമുദായമൊക്കെ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ഉത്തമമായ തലമുറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച, റസൂലിന്റെ കൂടെ ജീവിച്ച സഹാബത്ത് ഉൾക്കൊള്ളുന്ന ആ തലമുറയാണ് ഏറ്റവും ഉത്തമരായ മനുഷ്യർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിലുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടി പ്രത്യേകതയാണ്, ശ്രേഷ്ഠതയാണ് എന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന്, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പേര്, പ്രശസ്തി ഉയർത്തിയിരിക്കുന്നു. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാത്ത ഒരു ദിവസം, ഒരു നിമിഷം ലോകത്ത് കടന്നു പോകുന്നില്ല. റസൂലിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, റസൂലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, റസൂലിന്റെ പേര് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വറഫഅനാ ലക ദിക്റക, നിന്റെ കീർത്തി, പേര് നാം ഉയർത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ? അതിന്റെ ഉദ്ദേശം എന്താണ്? തഫ്സീർ സഅദിയിൽ കാണാം, ഐ അഅലൈനാ ഖദ്റക വജഅൽനാ ലക الثناء الحسن العالي الذي لم يصل اليه احد من الخلق. താങ്കളുടെ പേരും പ്രശസ്തിയും നാം ഉയർത്തിയിരിക്കുന്നു, ഒരാൾക്കും അവിടെ എത്താൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഫലാ യുദ്കറുല്ലാഹു ഇല്ലാ ദുകിറ മഅഹു റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ മിക്കവാറും സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കൂടി പരാമർശിക്കപ്പെടുന്നുണ്ട്. കമാ ഫി ദുഖൂലി ഫിൽ ഇസ്ലാം, ഷഹാദ, ഒരാൾ മുസ്ലിം ആകുമ്പോൾ ഷഹാദ പ്രഖ്യാപിക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുന്നുണ്ട്. വഫിൽ അദാനി വൽ ഇഖാമത്തി വൽ ഖുതബി വഗൈരി ദാലിക മിനൽ ഉമൂരി അല്ലതി അഅല അല്ലാഹു ബിഹാ ദിക്റ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെല്ലാം സന്ദർഭങ്ങളിൽ, ഖുത്ബകളിൽ, ബാങ്കിൽ, ഇഖാമത്തിൽ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിങ്ങനെ ഉച്ചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് വറഫഅനാ ലക ദിക്റക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖരീൻ, കൂടെയുള്ള ജിന്ന്, അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ജിന്ന് മുസ്ലിമായിരിക്കുന്നു എന്ന കാര്യം അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വുക്കില ബിഹി ഖരീനുഹു മിനൽ ജിൻ. ഏതൊരു മനുഷ്യനും അവന്റെ കൂടെ ഒരു ജിന്നിൽപ്പെട്ട ഒരു കൂട്ടാളി അവന്റെ കൂടെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. സഹാബത്ത് വയ്യാഖ്, താങ്കളുടെ കൂടെയും അങ്ങനെ ഒരു ജിന്നുണ്ടോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇയ്യായ, എന്റെ കൂടെയുമുണ്ട്. ഇല്ല അന്നല്ലാഹ അഅനനി അലൈഹി ഫഅസ്ലം, എന്നാൽ ആ വിഷയത്തിൽ അള്ളാഹു എന്നെ സഹായിച്ചിട്ടുണ്ട്, ആ ജിന്ന് മുസ്ലിമായിരിക്കുന്നു. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, അവൻ എന്നോട് ഖൈറല്ലാതെ കൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു പറഞ്ഞ, പെട്ടെന്ന് പറയാം, നമ്മൾ സമയം തീർന്നു, ഏകദേശം തീരാനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ഫീ സൂറതി, എന്റെ രൂപത്തിൽ പിശാചിന് രൂപം മാറാൻ സാധിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ പിശാചിന് രൂപം പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് റഹ്മത്തായിട്ടാണ്, എല്ലാവർക്കും ലോകർക്ക് കാരുണ്യമായിട്ടാണ് അല്ലാഹു റസൂലിനെ നിയോഗിച്ചിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു. റസൂലിന്റെ ഒരു പേര് തന്നെ എന്താണ്? നബിയുർ റഹ്മ, കാരുണ്യത്തിന്റെ നബി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്, ഒരു പേര് തന്നെ. അതേപോലെ തന്നെ ജിന്നുകൾക്കുമുള്ള നബിയാണ്, മനുഷ്യർക്കും ജിന്നുകൾക്കും നിയോഗിക്കപ്പെട്ട നബിയാണ്, ജിന്നുകൾക്ക് കൂടിയുള്ള നബിയാണ് മുഹമ്മദ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളതും അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ഇന്നഹു ലൈസ ശൈഉൻ ബൈനസ് സമാഇ വൽ അർദ്, ഭൂമിക്കിടയിൽ, ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ ഒരു വസ്തുവുമില്ല, ഇല്ലാ യഅലമു അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്നവർക്കറിയാം, ഇല്ലാ ആസിയൽ ജിന്നി വൽ ഇൻസ്, മറ്റൊരു റിവായത്ത് ഇല്ലാ കഫറത്തൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരുടെയും ജിന്നുകളുടെയും കൂട്ടത്തിലെ കാഫിറുകളല്ലാതെ അവർ അത് അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞത് കാണാം. അപ്പോ ഇതുപോലുള്ള തെളിവുകളിൽ നിന്ന് പണ്ഡിതന്മാർ എടുത്തിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ശൈഖുൽ ഇസ്ലാം തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉർസില ഇല തഖലൈൻ, രണ്ട് അഥവാ ജിന്നുകൾക്കും മനുഷ്യർക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു. അതേപോലെ റസൂലിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജവാമിഉൽ കലിം, കുറഞ്ഞ പദങ്ങളിൽ കൂടുതൽ ആശയങ്ങൾ പറയാനുള്ള പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഫുദ്ദിൽതു അലൽ അംബിയാഇ ബിസിത്തിൻ, മറ്റു പ്രവാചകന്മാരെക്കാൾ 6 കാര്യങ്ങളിൽ എനിക്ക് ശ്രേഷ്ഠതയുണ്ട്. അതിലൊന്ന് പറഞ്ഞത് ഉഅതീതു ജവാമിഅൽ കലിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എനിക്ക് ജവാമിഉൽ കലിം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ പറയാനുള്ള കഴിവാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പ്രത്യേകം നൽകിയതാണ്. അതേപോലെ തന്നെ വേറെയും ധാരാളം പ്രത്യേകതകൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗനീമത്ത് സ്വത്ത് അനുവദിച്ചിരിക്കുന്നു, മറ്റു പ്രവാചകന്മാർക്കില്ലാത്ത പ്രത്യേകതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ ഉമ്മത്തിന് ഭൂമിയിൽ എവിടെ വെച്ചും നിസ്കരിക്കാം, ഭൂമി മൊത്തം പള്ളിയാക്കി എന്നുള്ള കാര്യം, അതിന് അനുവാദമുണ്ട് എന്നുള്ള കാര്യം, അഥവാ ഭൂമി മൊത്തം മസ്ജിദാണ് എന്നുള്ള കാര്യം. അതേപോലെ തന്നെ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനുയായികൾ ഉള്ളതാർക്കാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അക്സറുൽ അംബിയാഇ തബഅൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ അനുയായികൾ ഉള്ളത് എനിക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആദ്യം സ്വർഗത്തിന്റെ വാതിൽ പോയി മുട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഅന അവ്വലു മൻ യഖ്റഉ ബാബൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ ആദ്യം പോയി മുട്ടുന്നത് ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഞാൻ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്ത് ചെല്ലും, എന്നിട്ട് തുറക്കാൻ പറയും. അവിടെയുള്ള ഖാസിൻ, കാവൽക്കാരനായ മലക്ക് പറയും, മൻ അൻത, താങ്കൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. അപ്പോ സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് പറയും, ബിക ഉമിർതു ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക്, താങ്കൾക്ക് ആണ് ഇത് തുറക്കപ്പെടാൻ എനിക്ക് കൽപ്പന വന്നിട്ടുള്ളത്, നിനക്ക് മുമ്പ് ഒരാൾക്കും ഇത് തുറന്നു നൽകിയിട്ടില്ല, നിനക്ക് മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന് നബിക്ക് തുറക്കപ്പെടാനാണ് എനിക്ക് കൽപ്പന വന്നിട്ടുള്ളത് എന്ന് ആ കാവൽക്കാരൻ പറയുമെന്നാണ്. അതേപോലെ തന്നെ ലിവാഉൽ ഹംദ്, നാളെ സ്തുതിയുടെ പതാക കൊടിയേന്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, പറഞ്ഞത് കാണാം, വബിയദി ലിവാഉൽ ഹംദ് വലാ ഫഖർ, എന്റെ കയ്യിലായിരിക്കും സ്തുതിയുടെ കൊടി നാളെ പരലോകത്തുണ്ട്. അത് ഫഖറായി അഹങ്കാരത്തിന്റെ സ്വരത്തിൽ പറയുന്നതല്ല. വമാ മിൻ നബിയിൻ യൗമഇദിൻ ആദം ഫമൻ സിവാഹു, ആദം നബി അതിനുശേഷം വന്ന പ്രവാചകന്മാരെല്ലാം ഇല്ലാ തഹ്ത ലിവായി, എന്റെ കൊടിക്ക് കീഴിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇതും റസൂലിന്റെ പ്രത്യേകതയാണ്. നാളെ പരലോകത്ത് റസൂലിന് ലഭിക്കുന്ന ഷഫാഅത്തുൽ ഉദ്മ, അതിനാണ് അൽ മഖാമുൽ മഹ്മൂദ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഹൗദുൽ കൗസർ, സ്വർഗ്ഗത്തിലെ നദിയാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന ആയത്തിൽ പറഞ്ഞിട്ടുള്ള അൽ കൗസർ, അതിന്റെ ഒരു ഉദ്ദേശം ഹൗദുൽ കൗസർ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന പദവിയാണ് അൽ വസീല എന്നുള്ള പദവി, അൽ വസീല എന്നുള്ള പദവി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരിക്കും ലഭിക്കുക. ആദ്യമായി സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്നതും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യമായി ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ, ഖബറിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക
ഞാനായിരിക്കും. ആദ്യമായി ശഫാഅത്ത് ചോദിക്കുന്നു, ശഫാഅത്തിന് അനുവാദം ലഭിക്കപ്പെടുന്നവനും ഞാനായിരിക്കും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് അദ്ദേഹത്തിന്റെ മുഅ്ജിസാത്തുകൾ. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള മുഅ്ജിസത്തുകൾ അതെത്രയാണ്? ധാരാളമുണ്ട്. ഏറ്റവും റസൂലിന്റെ മുഅ്ജിസത്ത് അത് അവസാനിച്ചതുണ്ട്, കഴിഞ്ഞുപോയതുണ്ട്. ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്ന അൽ ഖുർആനുൽ കരീം ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതയാണ്. റസൂലിന്റെ മറ്റു പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് നിലച്ചുപോയിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസ റസൂലിന്റെ വഫാത്തിന് ശേഷവും നിലനിൽക്കുന്നു. റസൂലിന് ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്, ഖുർആൻ മാത്രമല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, റസൂലിന്റെ മുഅ്ജിസത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല നടപ്പിലാക്കിയിട്ടുള്ള മുഅ്ജിസത്തുകൾ 1000-ൽ കൂടുതലുണ്ട് എന്നാണ്. 1000-ൽ കൂടുതലുണ്ട് എന്നാണ്. ഒരുപാടുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ ഖുർആനുൽ കരീം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ യാത്ര നടത്തിയത്, മിഅ്റാജ് യാത്ര നടത്തിയത്, അതുപോലെ തന്നെ ചന്ദ്രൻ പിളർന്നത്, ഇങ്ങനെ നിരവധി മുഅ്ജിസത്തുകൾ, രോഗികൾക്ക് ശിഫ നൽകിയത്, അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വന്നത്, അതേപോലെ തന്നെ ഭക്ഷണം അധികരിച്ചത്, ഇങ്ങനെ ഒരുപാട്, അത് വിശദീകരിക്കാൻ സമയമില്ല. മുഅ്ജിസാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ് കല്ല് അദ്ദേഹത്തിന് സലാം പറഞ്ഞിരുന്നു എന്നുള്ളത്, കല്ലുകൾ മക്കയിൽ വെച്ചുകൊണ്ട്. അതുപോലെ തന്നെ മരത്തടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചത്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒന്നാണെന്ത്? റസൂലിന്റെ ഇമാമ നിൽക്കുമ്പോൾ റസൂലിന്റെ പിന്നിലുള്ള ആളുകൾ റസൂലിനെ കാണാൻ സാധിക്കുമെന്നുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഹൽ തറൗന ഖിബ്ലതി ഹഉന ഫവല്ലാഹി മാ യഖ്ഫാ അലയ്യ ഖുശൂഉകും വലാ റുകൂഉകും. നിങ്ങൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? എന്റെ ഖിബ്ല എനിക്ക് മുന്നിലുള്ളത് മാത്രമാണ് ദർശിക്കാൻ സാധിക്കുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ നിസ്കാരത്തിൽ റുകൂഅ് ചെയ്യുന്നതും നിങ്ങളുടെ അച്ചടക്കമില്ലായ്മയിലെ അച്ചടക്കത്തിന്റെ കാര്യമൊക്കെ എനിക്കറിയാതെ പോകുന്നില്ല. അതിനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇന്നി ലഅറാകും മിൻ വറാഇ ളഹ്രി, എന്റെ പിന്നിലുള്ളത് എനിക്ക് കാണാൻ സാധിക്കുമെന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് പിന്നിലുള്ളത് കാണാൻ റസൂലിന്റെ മുഅ്ജിസത്താണ്. അത് നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല, നിഷേധിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ ഇമാമായി നിൽക്കുമ്പോൾ പിന്നിലുള്ളത് അദ്ദേഹത്തിന്റെ പിന്നിലുള്ള നിസ്കരിക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് കാണാൻ സാധിക്കും എന്നത് അത് അദ്ദേഹത്തിന്റെ മുഅ്ജിസത്താണ്. നമ്മൾ അംഗീകരിക്കണം. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബ് അറിയുമെന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം, നിഷേധിക്കാൻ പാടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലാത്ത കാര്യങ്ങൾ വകവെച്ചു കൊടുക്കാനും പാടില്ല. ഉദാഹരണം, അദ്ദേഹത്തിന് ഗൈബ് അറിയും എന്നുള്ള കാര്യം, അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ് ഗൈബ് എന്നുള്ളത്. സഹോദരങ്ങളും സമയം കുറച്ച് അധികരിച്ചു. ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും നല്ല സൃഷ്ടിയെക്കുറിച്ചാണ്, മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയെക്കുറിച്ച്, ധാരാളം ശ്രേഷ്ഠതകളുള്ള ഒരാളെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്ന ബോധത്തിൽ നമ്മൾ ധാരാളമായി പഠിക്കാം. നിർബന്ധമായി പഠിക്കേണ്ട ഒരു ഖദറുണ്ട്. അതിനപ്പുറത്ത് എത്ര പഠിച്ചാലും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ എത്ര മനസ്സിലാക്കിയാലും അതിന്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 2 കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. അവിടെ നമ്മുടെ മർക്കസുൽ അസരിയുടെ കലണ്ടർ ഉണ്ട്. അത് ആവശ്യമുള്ള ആളുകൾക്ക് എത്ര കോപ്പി എടുക്കാം, അത് നിങ്ങളുടെ നാട്ടിൽ വിതരണം ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വെക്കാം. വീട്ടിൽ കൊണ്ടുപോയാൽ ഉപയോഗിക്കണം. അതിന് പൈസയൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മർക്കസിനെ അതിലുള്ള അഡ്രസ്സിൽ സഹായിക്കാം. അതിന് പ്രത്യേകിച്ച് പൈസയൊന്നുമില്ല. നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു പബ്ലിസിറ്റി കൂടി ഉദ്ദേശിച്ചിട്ടാണ്. വാടാനപ്പള്ളി തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന 400 കുട്ടികൾ ഏകദേശം പഠിക്കുന്ന സ്ഥാപനമാണ്. ഇവിടെയുള്ള പല ആളുകളുടെയും മക്കൾ അവിടെ അൽഹംദുലില്ലാഹ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, കലണ്ടർ ആവശ്യമുള്ളവർ കൊണ്ടുപോകണം. രണ്ടാമത്തെ ഒരു കാര്യം, ചിലപ്പോ നമ്മുടെ ദർസ് ഇതിപ്പോ 5ാമത്തെ വർഷം. അപ്പോ
ദർസിന്റെ ആധിക്യം സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ ജീവിതത്തിൽ നമ്മുടെ പഠനം എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും അവനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. എത്രയാണ് നമ്മൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ഓരോ ദിവസവും മാറ്റിവെക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ഒരു ദിവസം നമ്മൾ അതിനു വേണ്ടി കുറച്ച് റിസ്ക് എടുത്ത് ചിലപ്പോൾ ക്ഷീണം ഉണ്ടാവും, ഉറക്കം ഉച്ചയ്ക്ക് ശേഷമൊക്കെ വരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ കുറച്ചെങ്കിലും ത്യാഗം സഹിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് തഅ്ദീമുൽ ഇൽം എന്ന സാലിഹ് വസൈമി അദ്ദേഹത്തിന്റെ കിതാബിൽ ഹിഫ്ളുൽ വഖ്ത്, സമയം അതിനെ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. നമ്മുടെ മുൻഗാമികളിൽ പലരും ഒരു ദിവസം തന്നെ എത്ര ദർസ് അതിൽ പങ്കെടുത്തു. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് കാണാം. അദ്ദേഹം فقد كان النبوي يقرأ كل يوم 12 درسا على مشايخه. ഡെയിലി 12 ദർസ് ഉണ്ടാവും. അൽ-ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത് കാണാം. അദ്ദേഹത്തിന് ഡെയിലി تبلغ دروسه في اليوم والليلة 13 درسا, 13 ദർസ്. അതിൽ منها ما يأخذه عن مشايخه ومنها ما يأخذه عنه تلاميذته. അത് അദ്ദേഹം പഠിപ്പിക്കുന്ന ദർസുണ്ടാവും, പഠിക്കുന്ന ദർസുണ്ടാവും. 13. മഹ്മൂദ് ശുക്രി അൽ ആലൂസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിന് 24 ദർസുകൾ ഉണ്ടായിരുന്നാണ്. നോക്കി അവരെത്ര ആയിരിക്കും അതിനൊക്കെ സമയം ചെലവാക്കിയിട്ടുണ്ട്. പിന്നെ തഫ്സീർ എഴുതാൻ വേണ്ടി അദ്ദേഹം ഒഴുകിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ദർസ് ചുരുക്കി എന്നുള്ളതാണ്. 13 ചുരുക്കി. അങ്ങനെ പല സലഫുകളുടെ ചരിത്രത്തിലും ഡെയിലി 50 ദർസൊക്കെ ഉള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. കുറഞ്ഞ സമയമായിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെ ആ നിലക്ക് ചിന്തിച്ചാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തിയാണ്. ബാറക്കല്ലാഹു ഫീക്കും. നമ്മളൊക്കെ എത്രയാണ് പഠിക്കുന്നത്, ദീനിനു വേണ്ടി നമ്മൾ എത്ര ചെലവായി